എടങ്ങൾ ഒരുങ്ങിയില്ലേ? സമയായി പോവല്ലേ? ആടാ റെഡി 5 മിനിറ്റ് ഇപ്പൊ വരാം. എനിക്കൊരു പാനും പാലിട്ടാണല്ലോ ഇപ്പൊ വരെ. അല്ല ഈ രാത്രി എവിടെ ഞങ്ങൾ പോണ്? 12 മണിയായില്ലേ രാത്രി? അതും അപ്പൊ ഞങ്ങള് രാവിലെ ബദലേം കുടുംബ യൂണിറ്റ് അറിഞ്ഞില്ല നിവിൻ പോളിന്റെ പുതിയ പടത്തിന് പോകാൻ നിന്നിട്ടില്ലേനോ. അപ്പൊ സീറ്റ് കിട്ടിയില്ല അതിന്. ഇനിയിപ്പോ രാത്രി സ്പെഷ്യൽ ഷോ ഉണ്ടല്ലോ, അതിന് പോവാണ്. ഞങ്ങൾ വേഗം പോയി വരാം. അല്ല ഹൗസ്ഫുള്ളാണല്ലോ പടം. അപ്പൊ നല്ല പടമായിരിക്കും, എനിക്കൊന്ന് കാണണം. ഒന്ന് ടിക്കറ്റ് ബുക്ക്. അങ്ങക്ക് ഇനിയിപ്പോ നാളെ ബുക്ക് ചെയ്യാ, ഇന്ന് ഫുള്ളാണ്. ഞങ്ങളേ വേഗം പോയി വരാം. എടാ വേഗം വാ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഗിരീഷേരി ഡയറക്ട് ചെയ്ത ബദലഹേം കുടുംബ യൂണിറ്റ് പറഞ്ഞിട്ടുള്ള മൂവി കാണാൻ പോവാണ്. ഞങ്ങൾ എപ്പോൾ മൂവിക്ക് പോവാണെന്നുണ്ടെങ്കിലും തിരക്ക് പിടിച്ചിട്ടാ പോലെ ലാസ്റ്റ് മിനിറ്റിൽ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിയത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നോക്കി തിയേറ്ററിലത്തെ ഒരു തിരക്ക്. രാത്രി 12 മണിക്ക് വെച്ച സ്പെഷ്യൽ ഷോക്കാണ് ഇമാതിരി ആൾക്കാർ. അങ്ങനെ മൂവി കാണാൻ തുടങ്ങി. മൂവിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരി ബോറടിച്ചില്ല കേട്ടോ. നിവിൻ പോളിന്റെയും അമിതാഭ് ബൈജുവിന്റെയും ലവ് സ്റ്റോറി കോമ്പിനേഷനും പിന്നെ സംഗീത് പ്രതാപ്, റോഷൻ സാനവാസം ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും കൂടി ഒരു അടിപൊളി കോമഡി എന്റർടൈൻമെന്റ് തന്നെയാണ്. അങ്ങനെ പടം കഴിഞ്ഞിറങ്ങി പടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പോയി കണ്ടോളി മക്കളെ, ഒരിക്കലും നഷ്ടാവില്ല. നല്ല ഫാമിലി എന്റർടൈൻമെന്റും കോമഡിയും ലവ് സ്റ്റോറി എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു കിടിലൻ പടം.